എല്ലാവർക്കും എയിംസ് നോർസെറ്റ് 9 MCQ സീരീസിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിനു മുന്നേയുള്ള 5 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. ഈ ഒരു ക്ലാസ് മാത്രമല്ല, ഈ ഒരു സീരീസ് മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സസ് MCQs നഴ്സിംഗ് സബ്ജക്റ്റായിട്ടുള്ള MCQs ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക. ഡെഫിനറ്റ്ലി അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ജസ്റ്റ് പാട്ട് കേൾക്കുന്നതിൽ കേൾക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് റിവിഷന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതാൻ മറന്നു പോകരുത്. എല്ലാത്തിനും മേലെ വളരെ ചെറിയൊരു സമയമാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. മാക്സിമം ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങൾ ഇന്ത്യയിൽ സെറ്റിലാകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഹാസ് given the theory of interpersonal relationship, nursing theories? ആ ടോപ്പിക്കാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നഴ്സിംഗ് തിയറിയിൽ എന്തൊക്കെ പോയിന്റ്സ് പഠിക്കണമെന്നുള്ളത് ഞാൻ പറയാം. അതായത് നിങ്ങളിവിടെ തിയറി എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ തീം എന്താണ്, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് തിയറി എന്താണ്, അത് ആരാണ് കൊണ്ടുവന്നത്, മെയിനായിട്ട് ഇത്രയും 2 കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ തിയറിയും എന്താണെന്നുള്ളത് പഠിക്കുക. അതും എന്തുകൊണ്ടും ഉപകാരകരമായിരിക്കും. പക്ഷെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിയറിയിൽ നിന്ന് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാറില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ള തിയറി ആരാണ് കൊണ്ടുവന്നത്? ഓപ്ഷൻ എ ഹിൽഡെഗാർഡ് പെപ്ലോ ആണോ? ഓപ്ഷൻ ബി ഫ്ലോറൻസ് നൈറ്റിംഗൽ ആണോ? ഓപ്ഷൻ സി ഡോറത്തിയ എലിസബത്ത് ആണോ? ഓപ്ഷൻ ഡി ഇമോജിൻ എം കിങ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ആരാണ്? അതായത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തിയറി കൊണ്ടുവന്നത് ഓപ്ഷൻ എ ഹിൽഡെഗാർഡ് പെപ്ലോ ആണ്. പെപ്ലോസ് തിയറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. Hildegard Elizabeth Peplow has given the theory of interpersonal relations theory. ഓക്കെ, അപ്പോൾ ഇതിൽ IPR തിയറി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻ തിയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫേസസ് ഉണ്ട്? ഓറിയന്റേഷൻ ഉണ്ട്, വർക്കിംഗ് ഫേസ് ഉണ്ട്, പിന്നെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ ഫേസ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഷോർട്ടായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിൽഡെഗാർഡ് എലിസബത്ത് പെപ്ലോ ആണ് ഇന്റർപേഴ്സണൽ തിയറി കൊടുത്തത്. അതിന് 3 ഫേസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓറിയന്റേഷൻ, വർക്കിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഐഡന്റിഫിക്കേഷനും എക്സ്പ്ലോയിറ്റേഷനും ഉണ്ടാകും. നെക്സ്റ്റ് 3rd ഫേസ് എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് അടുത്ത ഡോറത്തിയ എലിസബത്ത് ഓറം. ഡോറത്തിയ മാമിൻ്റെ തിയറി എന്താണ്? സെൽഫ് കെയർ തിയറി. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു തിയറിയാണ് സെൽഫ് കെയർ തിയറി അല്ലെങ്കിൽ സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി, ഡോറത്തിയ തിയറി അല്ലെങ്കിൽ ഓറം തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിൽ ചോദിക്കാറുണ്ട്. ഇതെന്തിൻ്റെ തിയറിയാണ്? ദ തിയറി ഓഫ് സെൽഫ് കെയർ, ദ സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി, തിയറി ഓഫ് നഴ്സിംഗ് സിസ്റ്റം, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമോജിൻ എം കിങ് കൊണ്ടുവന്ന തിയറിയാണ് ഗോൾ അറ്റൈൻമെന്റ് തിയറി, തിയറി ഓഫ് ഗോൾ അറ്റൈൻമെന്റ്. നെക്സ്റ്റ് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ തിയറി എന്ന് പറയുന്നത് എൻവറോൺമെന്റൽ തിയറിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് 3 ആൾക്കാർ മാത്രമല്ല, ഒരുപാട് തിയറികൾ നഴ്സിംഗിലുണ്ട്. ആ തിയറിയെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. മാർത്ത ഇ റോഗേഴ്സിന്റെ റോഗേഴ്സ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സയൻസ് ഓഫ് യൂണിറ്ററി ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡോറത്തിയ ഇ ഓറത്തിന്റെ സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി, ഇമോജിൻ എം കിങ്ങിന്റെ ഗോൾ അറ്റൈൻമെന്റ് തിയറി, ഡോർത്തി ജോൺസന്റെ ബിഹേവിയർ സിസ്റ്റം മോഡൽ തിയറി, സിസ്റ്റർ കെലിസ്റ്റ എൽറോയുടെ അഡാപ്റ്റേഷൻ മോഡൽ തിയറി. ഇതൊക്കെ പേരുകളെങ്കിലും മിനിമം ഈ 2 കോളം തിയറിസ്റ്റ് ആരാണ്, തിയറി എന്താണ്, ഇത്രയും എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ബെറ്റി ന്യൂമാന്റെ സിസ്റ്റം മോഡൽ, ഹിൽഡെഗാർഡ് പെപ്ലോയുടെ ഇന്റർപേഴ്സണൽ റിലേഷൻ തിയറി, ഇഡ ജീൻ ഓർലാൻഡോയുടെ നഴ്സിംഗ് പ്രോസസ് തിയറി. ഇങ്ങനെ പല തിയറികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിയറിയും തിയറിസ്റ്റും പേരുകളും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രെയിനി നഴ്സ് ഈസ് ഹെൽപ്പിംഗ് ദ അസൈൻഡ് നഴ്സ് who is providing care to the kidney transplant patient. അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന ഒരു നഴ്സാണ്. ആ നഴ്സിനെ കെയർ ചെയ്യുന്ന ഒരു ട്രെയിനി നഴ്സ് ഉണ്ട്. ദ ട്രെയിനി നഴ്സ് ആസ്ക് about the type of isolation to be used for such patient.
കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ്, അതായത് ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള കിഡ്നി റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് വേറൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു പേഷ്യൻറ്റ് ഏത് തരം ഐസൊലേഷനാണ് അവിടെ വേണ്ടത്? പോസിറ്റീവ് പ്രഷർ റൂമാണോ, നെഗറ്റീവ് പ്രഷർ റൂമാണോ, ജനറൽ റൂമാണോ, അതോ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ ആണോ വേണ്ടത്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ, പോസിറ്റീവ് പ്രഷർ റൂമാണ്. കാരണം മറ്റു ഏരിയകളിൽ നിന്നുള്ള ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ് നമ്മുടെ റൂമിനകത്ത് കയറാൻ പാടില്ല. അപ്പോൾ പുറത്തെയുള്ള പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറുള്ള റൂമാണ് വേണ്ടത്. സോ കിഡ്നി ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് ആയിരിക്കും. ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് അവിടെ പേഷ്യൻ്റ് പോകുന്നുണ്ടാകും. അങ്ങനെയുള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷസ് ഓർഗാനിസംസ് ഈ റൂമിനകത്തോട്ട് കയറുന്ന ഒരു പരിധിവരെ തടയാൻ ഈ ഒരു പോസിറ്റീവ് പ്രഷർ റൂം അവിടെ സഹായിക്കും. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പോസിറ്റീവ് പ്രഷർ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ? ദീസ് റൂംസ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഓങ്കോളജി പേഷ്യൻറ്റ്, സം ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റ്, ടു റെഡ്യൂസ് റിസ്ക് ഓഫ് എയർബോൺ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ടു എ സസെപ്റ്റബിൾ patient. Here the concept of reverse barrier nursing is applied where the patient needs to be protected from the risk of ഇൻഫെക്ഷൻ. നെക്സ്റ്റ് നെഗറ്റീവ് പ്രഷർ റൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ റൂമിലുള്ള പ്രഷർ ഔട്ട്സൈഡിലുള്ള പ്രഷറിനേക്കാളും കുറവായിരിക്കും. ഔട്ട്സൈഡ് എയർ എന്ത് ചെയ്യും? റൂമിനകത്ത് ഉള്ളിലോട്ട് കയറാൻ പറ്റുന്ന തരത്തിലുള്ള റൂമായിരിക്കും നെഗറ്റീവ് പ്രഷർ റൂം എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവ് പ്രഷർ റൂം എന്ന് പറഞ്ഞാൽ റൂമിൽ ഔട്ട്സൈഡ് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷറായിരിക്കും. ഓർത്തിരിക്കുക, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഏത് പേഷ്യൻറ്റിനും നമ്മൾ പോസിറ്റീവ് പ്രഷർ റൂമാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് കൊളോയിഡ് സൊല്യൂഷൻ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഹൈഡ്രേഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ കൊളോയിഡ് സൊല്യൂഷൻ അവിടെ പ്രിസ്ക്രൈബ് ചെയ്തു. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഏത് സൊല്യൂഷനാണ്? IV ഫ്ലൂയിഡ്സ് പല തരമുണ്ട്. ഐസോട്ടോണിക് ഉണ്ട്, ഹൈപ്പോട്ടോണിക് ഉണ്ട്, ഹൈപ്പർ ടോണിക് ഉണ്ട്, കൊളോയിഡ് സൊല്യൂഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് കൊളോയിഡ് സൊല്യൂഷൻ? ഓപ്ഷൻ എ 25% ആൽബുമിൻ, ഓപ്ഷൻ ബി ഡെക്സ്ട്രാൻ, ഓപ്ഷൻ സി ഹെമസിൽ, ഓപ്ഷൻ ഡി all of the above. These all are colloid solution. ആൽബുമിൻ കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ ആൽബുമിൻ നമ്മൾ റീപ്ലേസ് ചെയ്യും 25% ആൽബുമിൻ, ഇറ്റ് ഇസ് കൊളോയിഡ് സൊല്യൂഷൻ. ഡെക്സ്ട്രാൻ അവിടെ ഇതൊരു കൊളോയിഡ് സൊല്യൂഷനാണ്. ഹീമസീലം എന്താണ്? കൊളോയിഡ് സൊല്യൂഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി, all of the above. അപ്പോൾ സൊല്യൂഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ചൊന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഈ ഒരു ചാർട്ട്, അതായത് ഞാനിവിടെ 3 ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, പിന്നെ നമ്മുടെ കൊളോയിഡ് സൊല്യൂഷൻ. എല്ലാത്തിനും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ചാർട്ടുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. വീഡിയോ പോസ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഇപ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷൻസിൽ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോമൺലി വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ തരും. ബേൺസ് പേഷ്യൻറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീഹൈഡ്രേറ്റഡ് പേഷ്യൻറ്റ്, ഡയറിയ പേഷ്യൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട്, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻറ്റ്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് പേഷ്യൻറ്റിന് ഏത് ടൈപ്പ് സൊല്യൂഷൻ റീപ്ലേസ് ചെയ്യണം എന്ന് ചോദിക്കാം. ഇനി അല്ല എങ്കിൽ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ഇതിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കൊളോയിഡ് സൊല്യൂഷൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് പറയുക. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതും അല്ലെങ്കിൽ താഴെ പറയുന്ന എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് തന്നിട്ട് അതിനേത് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നു ചോദിക്കാം. അല്ല എങ്കിൽ ഒരു സൊല്യൂഷൻ തന്നിട്ട് അതിനകത്തുള്ള കണ്ടന്റ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ അതർ നെയിം ഏതെങ്കിലും ചില സൊല്യൂഷൻസിന് മറ്റു പേരുകൾ അറിയപ്പെടാറുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്ത് നമ്മുടെ ബ്ലഡിലുള്ള അതേ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷൻ ഈ താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് അതേപോലെ സൊല്യൂഷൻ ആ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കാം. അല്ല എങ്കിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസിൻ്റെ ഓസ്മൊളാലിറ്റി, അതായത് അതിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എത്രയാണെന്ന്, ഓസ്മൊളാലിറ്റി എത്രയാണെന്ന് ചോദിക്കാം. ഇങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിന് അറിയണമെങ്കിൽ, അതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ 4 ചാർട്ട് നന്നായിട്ട് പഠിച്ചാൽ മതി. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നോർമൽ സലൈൻ സൊല്യൂഷൻസ്. എന്താണ് ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ? അതായത് ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സൊല്യൂഷൻസിനെ കമ്പയർ ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണോ, അതായത് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡാണ്, നമ്മുടെ ബ്ലഡിലുള്ള അതേ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻസിനെയാണ് ഐസോട്ടോണിക് എന്ന് പറയുന്നത്. നമ്മുടെ
നമ്മുടെ ബ്ലഡിൻ്റെ കോൺസെൻട്രേഷനേക്കാളും ബ്ലഡിലുള്ള സൊല്യൂട്ട്സിൻ്റെ കോൺസെൻട്രേഷനേക്കാളും കോൺസെൻട്രേഷൻ കുറവുള്ള സൊല്യൂഷൻസിനെയാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി കോൺസെൻട്രേഷൻ അവിടെ കൂടുതലാണെങ്കിലോ അതിനെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുണ്ട്. പിന്നെ നമ്മുടെ വിസ്കോസിറ്റി, ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി, പ്രോട്ടീൻ ലോസ് ഒക്കെ വരുമ്പോൾ, കൊളോയിഡ് ലോസ് ഉണ്ടാകുമ്പോൾ, ആ ആൽബുമിൻ ലോസ് ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ തന്നെയാണ് കൊളോയിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസോട്ടോണിക് സൊല്യൂഷൻ്റെ എക്സാമ്പിൾ 0.9% സോഡിയം ക്ലോറൈഡ്, പിന്നെ 5% ഡെക്സ്ട്രോസ്, പിന്നെ റിങ്ങർ ലാക്ടേറ്റ്, റിങ്ങേഴ്സ് സൊല്യൂഷൻ, പിന്നെ 5% ഡെക്സ്ട്രോസിൻ, റിങ്ങേഴ്സ് സൊല്യൂഷൻ, 5% ഡെക്സ്ട്രോസിൻ NS, അതുപോലെ തന്നെ 5% ഡെക്സ്ട്രോസ് 2 രൂപത്തിൽ വരാം, തനിയും വരാം, അതുപോലെ NS കൂടെ ചേർത്തും വരാം. അങ്ങനെ ഇതിൻ്റെ കോമ്പിനേഷൻസ്, അതായത് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന സൊല്യൂഷനും ഐസോട്ടോണിക് തന്നെയായിരിക്കും. ഇനി ഐസോട്ടോണിക് ഹൈപ്പോട്ടോണിക് കൂടെ മിക്സ് ചെയ്യുന്നെങ്കിൽ ഹൈപ്പോട്ടോണിക് ആയിട്ട് മാറും. ഐസോട്ടോണിക് ഹൈപ്പർട്ടോണിക്കുമായിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഹൈപ്പർട്ടോണിക് ആയിട്ട് മാറും കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് മിക്സിംഗ് സൊല്യൂഷൻസും വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഐസോട്ടോണിക്കിന് എക്സാമ്പിൾ നോർമൽ സെലൈൻ, ഡെക്സ്ട്രോസ്, അതായത് 5D, അതുപോലെ റിങ്ങർ ലാക്ടേറ്റ് ഇൻ 5% ഡെക്സ്ട്രോസ് ഇൻ NS, പിന്നെ റിങ്ങേഴ്സ് സൊല്യൂഷൻ. ഇതിൻ്റെ ഓരോന്നിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ നോക്കൂ. നോർമൽ സെലൈൻ്റെ ഓസ്മോളാരിറ്റി 308 ആണ്. ഇനി പിന്നെ അതിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട്? വാട്ടർ ഉണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്. ഇതൊരു ഐസോട്ടോണിക് സൊല്യൂഷനാണ്. യൂഷ്വലി നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ബ്ലഡ് പ്രോഡക്ട്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ബ്ലഡ് അഡ്മിനിസ്ട്രേഷൻ സമയത്ത് നമുക്കൊരു ഫ്ലൂയിഡ് കൊടുക്കണമെങ്കിൽ അത് ഏത് ഫ്ലൂയിഡായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുക? ഇറ്റ്സ് ഓൺലി വൺ ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് നോർമൽ സെലൈൻ. നോർമൽ സെലൈൻ മാത്രമേ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേൺസ് ഇഞ്ചുറീസിലും ട്രോമ ഉള്ള പേഷ്യൻസിനും ലാർജ് സോഡിയം ലോസ് ഉള്ള പേഷ്യൻസിനും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നോർമൽ സെലൈൻ സൊല്യൂഷൻസ് തന്നെയാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ സെലൈൻ കൊടുക്കുന്ന പേഷ്യൻസിന് ഹാർട്ട് ഫെയില്യുവറോ പൾമണറി എഡിമയോ റീനൽ ഇമ്പയർമെൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നോർമൽ സെലൈൻ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം പെട്ടെന്ന് സർക്കുലേറ്ററി വോളിയം കൂടിയാൽ അത് ഈ ഓർഗൻസിനെല്ലാം കൂടുതൽ ഡാമേജിലോട്ട് കൊണ്ടുപോകും. അതുപോലെ 5% ഡെക്സ്ട്രോസ്, ഇവിടെ എന്താണുള്ളത്? സോഡിയം ക്ലോറൈഡ് എന്നല്ല, പകരം വാട്ടറും ഷുഗറും, അതായത് ഗ്ലൂക്കോസ്. 5% എന്ന് പറഞ്ഞാൽ 50 ഗ്രാം പെർ ലിറ്റർ, 1 ലിറ്ററിൽ 50 ഗ്രാം ഷുഗർ വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് വരുന്ന സൊല്യൂഷനാണ് ഡെക്സ്ട്രോസ്, 5% ഇൻ വാട്ടർ എന്ന് പറയുന്നത്. ഇതും ഒരു ഐസോട്ടോണിക് സൊല്യൂഷനാണ്. അതായത് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ നട്രീമിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ഓൾറെഡി ഹൈപ്പർ ഗ്ലൈസീമിയ ഷുഗർ ലെവൽ കൂടുതലുള്ള പേഷ്യൻസിന് നമ്മൾ ഈ ഒരു 5D അല്ലെങ്കിൽ 5% ഡെക്സ്ട്രോസ് യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് വരുന്നത് ലാക്ടേറ്റഡ് റിങ്ങേഴ്സ് സൊല്യൂഷൻ, അതായത് RL, റിങ്ങർ ലാക്ടേറ്റ്. അത് ഐസോട്ടോണിക് എന്നുള്ള സിമ്പിൾ പ്ലെയിനായിട്ടും വരും, സോഡിയവും പൊട്ടാസ്യവും കാൽസ്യവും ക്ലോറൈഡും ലാക്ടേറ്റും മാത്രമായിട്ട് വരുന്നതുമുണ്ട്, അതല്ലാതെ ഷുഗർ കൂടെ മിക്സ് ചെയ്ത് വരുന്നതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിങ്ങർ ലാക്ടേറ്റിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. എന്താ പറയുന്നതിന്? ഹാർട്ട്മാൻ സൊല്യൂഷൻ. ഹാർട്ട്മാൻ, HARTMANN, ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? റിങ്ങർ ലാക്ടേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ യൂസസ് നോട്ട് ചെയ്ത് പഠിക്കുക. അത് ലാക്റ്റിക് അസിഡോസിസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല, കാരണം അതിൽ ഓൾറെഡി ലാക്ടേറ്റ് ഉള്ള സൊല്യൂഷനാണ്. അപ്പോൾ ഇനി ലാക്റ്റിക് അസിഡോസിസ് ഉള്ള പേഷ്യൻസിന് കൊടുത്താൽ അവിടെ ആ പേഷ്യൻസിന് ലാക്ടേറ്റ് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റത്തില്ല, അസിഡോസിസ് വീണ്ടും കൂടും. അതുപോലെ ഹാർട്ട് ഫെയിലുറുള്ള പേഷ്യൻറ്റ്, റീനൽ ഫെയിലുറുള്ള പേഷ്യൻസിനൊന്നും നമ്മൾ ഈ റിങ്ങർ ലാക്ടേറ്റ് അധികം യൂസ് ചെയ്യരുത്. നെക്സ്റ്റ്, ലാക്ടേറ്റ് ഇല്ലാത്ത റിങ്ങേഴ്സ് സൊല്യൂഷൻ ഉണ്ട്. അതും അതായത് യൂഷ്വലി റിങ്ങർ സൊല്യൂഷൻ അല്ലെങ്കിൽ റിങ്ങർ ലാക്ടേറ്റ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റിങ്ങേഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഐസോട്ടോണിക് സൊല്യൂഷനാണ്. ഈ ചാർട്ട് കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഞാനിത് എല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ്. നമ്മൾ നേരത്തെ കണ്ട എല്ലാ സൊല്യൂഷൻ്റെയും കോൺസെൻട്രേഷൻ കുറവായിട്ട് വരുന്നതാണ് ഹൈപ്പോട്ടോണിക്. നമ്മൾ 0.9% സോഡിയം ക്ലോറൈഡ് ആണ് ഐസോട്ടോണിക് പറഞ്ഞതെങ്കിൽ ഇവിടെ 0.45
ജസ്റ്റ് ഹാഫ് NS എന്ന് പറയാറുണ്ട്, 0.45 എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ 0.33% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്, 0.225 സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഡെക്സ്ട്രോസ് 5D എന്ന് പറയുന്ന ഐസോട്ടോണിക് ആണെങ്കിൽ അതിന് നേര് പകുതി 2.5% D ഉണ്ട്. അത് നമ്മുടെ എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൈപ്പർടോണിക് സൊല്യൂഷൻസ്. അതായത് ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ സറൗണ്ടിങ് ടിഷ്യൂസിൽ നിന്നൊക്കെയുള്ള സ്വെല്ലിങ് അല്ലെങ്കിൽ എഡിമയൊക്കെയുള്ള പേഷ്യൻസിന് അതിൽ നിന്ന് അവിടെയുള്ള ഫ്ലൂയിഡിൻ്റെ കൂടെ ഇൻട്രാവാസ്കുലർ കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഇൻട്രാവാസ്കുലർ കമ്പാർട്ട്മെൻറ്റിലോട്ട് ബ്ലഡിന് ആ ഒരു ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ് ഡ്രോ ചെയ്യാൻ, അവിടെ സ്വെല്ലിങ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഫ്ലൂയിഡാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അതായത് ഇവിടെ നമ്മുടെ നോർമൽ കോൺസെൻട്രേഷനേക്കാളും കൂടുതൽ കോൺസെൻട്രേഷൻ വരാറുണ്ട്. ഹൈപ്പർടോണിക് സോഡിയം ക്ലോറൈഡ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് 3% സോഡിയം ക്ലോറൈഡ്, വളരെ റെയറായിട്ട് 5% സോഡിയം ക്ലോറൈഡും യൂസ് ചെയ്യാറുണ്ട്. 5% ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ 5D എന്ന് പറയുന്നത് ഐസോട്ടോണിക് ആണെങ്കിൽ ഇവിടെ 10% ഡെക്സ്ട്രോസ് ഉണ്ട്, അതായത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇതുകൂടാതെ 20% സൊല്യൂഷൻ ഡെക്സ്ട്രോസ് ഉണ്ട്, 50% ഡെക്സ്ട്രോസും അവൈലബിൾ ആണ്. ഇതെല്ലാം ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് ആണ്. ഇതുകൂടാതെ കൊളോയിഡ് സൊല്യൂഷൻസ്, അതായത് ബ്ലഡിൻ്റെ തിക്നെസ് വളരെയധികം കുറഞ്ഞു, അതായത് പ്രോട്ടീനൂറിയ ഉണ്ട്, അല്ലെങ്കിൽ അധികമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി, ബേൺസ് ഉണ്ട്, പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ട്, പ്ലാസ്മ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേഷ്യൻസിന് ഒന്നുകിൽ 5% ആൽബമിൻ കൊടുക്കാം, അല്ലെങ്കിൽ 25% ആൽബമിൻ കൊടുക്കാം. ഇതല്ലെങ്കിൽ ഡെക്സ്ട്രാൻ ഉണ്ട്, ഡെക്സ്ട്രാൻ തന്നെ 40 ഉണ്ട്, 70 ഉണ്ട്, 75 ഉണ്ട്. പിന്നെ ഹൈപ്പർ ഈസ് വൊലുവന്, ഇങ്ങനെ പല ടൈപ്പുള്ള ജലാറ്റിന്, എസ്റ്ററിഫൈഡ് സ്ട്രാച്ച്, അതുപോലെ പ്ലാസ്മ പ്രോട്ടീൻ ഫ്രാക്ഷൻസ് PPF, ഇങ്ങനെ പല ഫോമിലുള്ള നമ്മുടെ കൊളോയിഡ് സൊല്യൂഷൻസ് ഉണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതും, അതായത് നമ്മുടെ ഫ്ലൂയിഡ് വോളിയം കൂട്ടാനും ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി കൂട്ടാനുമാണ് ഈ കൊളോയിഡ് സൊല്യൂഷൻസ് ഇവിടെ കൂടുതലായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, യു ആർ assigned to provide care to a ventilated patient. Okay, patient is on ventilator. While charting the baseline vital data, nurse noticed that the low exhaled volume alarm sound on a mechanical ventilator. അപ്പോൾ നമ്മൾ ചാർട്ടിങ് ചെയ്യുകയാണ്, പേഷ്യൻസിൻ്റെ വൈറ്റൽ സയൻസ് ഡേറ്റാസ് നമ്മൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെന്റിലേറ്ററിൽ നിന്നും ലോ എക്സൈൽഡ്, അതായത് പുറത്തോട്ട് പോകുന്ന എയറിൻ്റെ അളവ് കുറവാണ് എന്ന് മനസ്സിലാകുന്നത്. അവിടെ അലാം ചെയ്തു. ദ നേഴ്സ് ഡിറ്റർമിൻസ് ദാറ്റ് ദ കോസ് ഫോർ അലാം ആക്ടിവേഷൻ മേ ബി വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലിക്കേഷൻ. ആ ഒരു മെക്കാനിക്കൽ വെന്റിലേഷൻ്റെ ഏത് കോംപ്ലിക്കേഷൻ ആയിരിക്കും ആ ഒരു ലോ എക്സൈൽഡ് വോളിയം അലാം ഉണ്ടാക്കുന്നതിന് കാരണം. അതായത് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് എക്സസീവ് സെക്രീഷൻസ് ആണോ, കിങ്സ് ഇൻ ദ വെന്റിലേഷൻ ട്യൂബിങ്സ് ആണോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ എൻഡോട്രക്കിയൽ ട്യൂബ് ആണോ, അതോ ഓൾ ഓഫ് ദ എബോ ആണോ. അതായത് എക്സലേഷൻ നടക്കുന്നില്ല എന്ന് പറയും, ഇൻഹലേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കവിടെ എക്സസീവ് സെക്രീഷനോ അല്ലെങ്കിൽ ആ ഒരു വെന്റിലേറ്റർ ട്യൂബിങ്ങിൽ, അതായത് എയർ വെന്റിലേറ്ററിൽ നിന്നും പേഷ്യൻ്റ് ഡെലിവറി ചെയ്യുന്ന ട്യൂബിങ്ങിൽ വെന്റിലേറ്റർ സർക്യൂട്ട് എന്ന് പറയും, അതിലെന്തെങ്കിലും ചുളിവുകൾ അല്ലെങ്കിൽ കിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇൻഹലേഷൻ നടക്കുന്നില്ല എന്ന് പറയാം. എക്സലേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻഡോട്രക്കിയൽ ട്യൂബിന് എന്തോ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നു എന്നാണ്. സോ കറക്റ്റ് ഓപ്ഷൻ സി, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ എൻഡോട്രക്കിയൽ ട്യൂബ്. ഇവിടെ നോക്കാം, ലോ എക്സൈൽഡ് വോളിയം അലാം വിൽ സൗണ്ട് ഇഫ് ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് റിസീവ് ദ present tidal volume. Possible causes of inadequate tidal volume include disconnection of the ventilator tubing from the artificial airway, a leak in the endotracheal or tracheostomy cuff, displacement of the endotracheal tube or tracheostomy tube, or a disconnection at any location of the ventilator part, whereas high pressure ventilator alarm in case of water അല്ലെങ്കിൽ കിങ് ഇൻ ദ ട്യൂബിങ്, ഇൻക്രീസ്ഡ് സെക്രീഷൻ, അതൊക്കെയാണെങ്കിൽ ഹൈ പ്രഷർ വെന്റിലേറ്റർ അലാമാണ് അവിടെ ഉണ്ടാകുന്നത്. ലോ എക്സൈൽഡ് വോളിയത്തിൻ്റെ അലാം ഉണ്ടാകുന്നതിന് കാരണം എന്തൊക്കെയായിരിക്കാം? അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ എയർവേ, ലീക്ക് ഇൻ എൻഡോട്രക്കിയൽ ട്യൂബ്, ലീക്ക് ഇൻ ട്രക്യോസ്റ്റമി കഫ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ എൻഡോട്രക്കിയൽ ട്യൂബ്, ട്രക്യോസ്റ്റമി ട്യൂബിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ വെന്റിലേറ്ററി പാർട്ടിൻ്റെ ഡിസ്കണക്ഷൻ. ഹൈ പ്രഷർ ആണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും വാട്ടർ കളക്ഷൻ, അല്ലെങ്കിൽ കിങ് ഇൻ ദ ട്യൂബിങ്, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സെക്രീഷൻ. ഇതിലെല്ലാം ഹൈ പ്രഷർ അലാമാണ്, വെന്റിലേറ്റർ അലാമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റർ അലാം ചെക്ക് ലിസ്റ്റ്. ഹൈ പ്രഷറിൻ്റെ എയർവേ പ്രഷറിൻ്റെ അലാം ചെയ്യുന്നത് എന്തൊക്കെ കാരണമാണെന്ന് കൊടുത്തിട്ടുണ്ട്. ലോ എയർവേ പ്രഷർ അലാംസ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ
കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാം, ജസ്റ്റ് ഒരു അഡീഷണൽ റെഫറൻസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് അതുപോലെ തന്നെ മൈന്യൂട്ട് വോളിയം ഹൈ ആകുമ്പോൾ അലാം ചെയ്യാറുണ്ട്, മൈന്യൂട്ട് വോളിയം ലോ ആകുമ്പോഴും അവിടെ അലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ SpO2 കുറയുന്നതിന് കാരണം EtCO2 കൂടുന്നതിനും കുറയുന്നതിനുമുള്ള കാരണം, രണ്ടിൻ്റെയും കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്സിജൻ്റെ അളവ് കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്രശ്നത്തിലുണ്ടാകുന്ന അലാം ചെയ്യും. അപ്പോൾ അവിടെ വെന്റിലേറ്റർ അലാം ചെയ്യും. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അവിടെ ഒരു സക്സസ്ഫുൾ വെന്റിലേഷൻ കൊടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ വെന്റിലേറ്റർ ഒരിക്കലും അലാം ചെയ്യില്ല. കറക്റ്റായിട്ട് അവിടെ CO2 മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് SpO2 മെയിൻറ്റെയിൻ ചെയ്യുന്നു, കറക്റ്റ് ഇൻസ്പിറേഷൻ നടക്കുന്നു, കറക്റ്റായിട്ട് എക്സലേഷൻ നടക്കുന്നെങ്കിൽ അവിടെ ഒരു അലാമും ചെയ്യില്ല. SpO2 കുറഞ്ഞാൽ അലാം ചെയ്യും. അതുപോലെ എൻഡോട്രക്കിയൽ CO2 ഹൈ CO2 ഉണ്ടെങ്കിലും അതുപോലെ ലോ CO2 നോർമലി നമുക്ക് 35 to 40 മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ കുറഞ്ഞാൽ ആൽക്കലോസിസും അല്ലെങ്കിൽ കൂടിയാൽ അസിഡോസിസും ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. അതുപോലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, the nurse informs the occupational therapy department that the patient is too weak to use walker and needs to be transported by wheelchair. Which step of the nursing process is the nurse engaged in at this time? അതായത് നമ്മൾ പേഷ്യൻറ്റിന് അസസ് ചെയ്യുന്ന ആളാണ്, അവർക്ക് നമ്മൾ കെയർ പ്ലാൻ ചെയ്യുന്ന ആളാണ്. നഴ്സിംഗ് പ്രോസസ്സാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഒക്യുപ്പേഷണൽ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നു, പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് വാക്കറിൽ നടന്നു വരാൻ പറ്റില്ല, വാക്കറിൽ നടക്കാൻ പേഷ്യൻറ്റ് വീക്കാണ്, എന്നാൽ വീൽ ചെയറിൽ മാത്രമേ നമുക്ക് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മളവിടെ ഇൻഫോം ചെയ്യുന്നു. നമ്മളവിടെ ഏത് സ്റ്റെപ്പാണ് നഴ്സിംഗ് പ്രോസസ്സിൽ അവിടെ ഫോളോ ചെയ്തത്? അസസ്മെൻ്റ് ആണോ, പ്ലാനിങ് ആണോ, ഇംപ്ലിമെൻറ്റേഷൻ ആണോ, ഇവാലുവേഷൻ ആണോ? ഇംപ്ലിമെൻറ്റേഷൻ അല്ല, കാരണം നമ്മളവിടെ ചെയ്തില്ല, ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് അല്ലേ. അസസ്മെൻ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണോ ഇവിടെ വരുന്നത്? അസസ്മെൻറ്റ് വരുന്നുണ്ട്, പക്ഷേ അസസ്മെൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. അസസ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുകയാണ് ചെയ്തത് അല്ലേ. അതായത് നമ്മൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, വീൽ ചെയറിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന കാര്യം നമ്മളവിടെ പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത്. സോ കറക്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പ്ലാനിങ് ആണ്. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇംപ്ലിമെൻറ്റേഷൻ എന്നും, അത് കഴിഞ്ഞ് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പേഷ്യൻ്റ് സേഫ് ആണെങ്കിൽ അതിന് ഇവാലുവേഷൻ സ്റ്റെപ്പിലും പറയാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th, ടു അസസ് ഫോർ ദ സൈൻ ഓഫ് ഫ്ലബൈറ്റിസ്. എന്താണ് ഫ്ലബൈറ്റിസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഇൻഫ്ലമേഷൻ ഓഫ് ദ വെയിൻ. ഇൻഫ്ലമേഷൻ ഓഫ് വെയിനാണ് ഫ്ലബൈറ്റിസ് എന്ന് പറയുന്നത്. ഓവർ ദ ഇൻട്രാവീനസ് സൈറ്റ്, എവിടെയാണോ ഇൻട്രാവീനസ് ലൈൻ അല്ലെങ്കിൽ IV കാലില പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്തെല്ലാം ഫ്ലബൈറ്റിസിൻ്റെ സൈൻ നമ്മൾ കണ്ടു എങ്കിൽ വിച്ച് ആർ ദ ഫോളോയിങ് സ്കോർ ടു ബി യൂസ്ഡ് ബൈ ദ നഴ്സ്? ഈ ഒരു ഫ്ലബൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സൈറ്റ് അല്ലെങ്കിൽ IV കാനുല ആ ഒരു സൈറ്റ് നമ്മൾ ഇൻഫ്ലമേഷൻ അസസ് ചെയ്യുന്നതിന് ഏത് സ്കെയിൽ അല്ലെങ്കിൽ ഏത് സ്കോറാണ് അവിടെ ഫോളോ ചെയ്യുന്നത്? ഓപ്ഷൻ എ VIP സ്കോറാണോ, ഓപ്ഷൻ ബി ഫ്ലാഗ് സ്കെയിലാണോ, ഓപ്ഷൻ സി ബ്രാഡൻ റിസ്ക് അസസ്മെൻറ്റ് സ്കെയിലാണോ, ഓപ്ഷൻ ഡി നിപ്സ് ആണോ? കറക്റ്റ് ഓപ്ഷൻ എ VIP സ്കോറാണ്. ഇതിൽ ബ്രാഡൻ സ്കെയിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇറ്റ് ഈസ് പ്രഷർ സോർ അല്ല, പ്രഷർ സോർ അല്ലെങ്കിൽ ബെഡ് സോറിൻ്റെ റിസ്ക് അസസ് ചെയ്യുന്ന സ്കെയിലാണ് ബ്രാഡൻ സ്കെയിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. VIP സ്കോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലബൈറ്റിസ് സ്കോർ. VIP സ്കോർ, വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലബൈറ്റിസ് സ്കോർ. അതായത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നു. IV സൈറ്റിൽ റെഡ്നെസ് എന്തെങ്കിലും ഉണ്ടോ, പെയിൻ ഉണ്ടോ, സ്വെല്ലിംഗ് ഉണ്ടോ, എരിത്തിമയുണ്ടോ, ഇൻഡ്യൂറേഷൻ ഉണ്ടോ, പാൽപ്പബിൾ വീനസ് കോഡ് ഉണ്ടോ, അത് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും നമ്മൾ അസസ് ചെയ്യുന്നു. ഇത് അസസ് ചെയ്യുന്ന സ്കെയിൽ അല്ലെങ്കിൽ സ്കോറിനെയാണ് വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലബൈറ്റിസ് സ്കോർ എന്ന് പറയുന്നത്. ഇവിടെ IV സൈറ്റ് അപ്പിയേഴ്സ് ഹെൽത്തി ആണെങ്കിൽ നമ്മളവിടെ 0 സ്കോർ കൊടുക്കും. ഫ്ലബൈറ്റിസിൻ്റെ ഒരു സൈനും അവിടെ കാണുന്നില്ല. നെക്സ്റ്റ്, വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എവിഡൻറ്റ്. അതായത് സൈറ്റ് പെയിന് അല്ല IV സൈറ്റിൽ ലൈറ്റ് ആയിട്ടുള്ള വേദന ഉണ്ടാകുന്നുണ്ട്, ചെറിയൊരു റെഡ്നെസ്, ഇതിലേതെങ്കിലും ഒന്നാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് സൈൻ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ 1 എന്ന സ്കോർ കൊടുക്കും. ഇനി ഇതിലേതെങ്കിലും 2 പെയിൻ, എരിത്തിമ, സ്വെല്ലിംഗ്, ഇതിലേതെങ്കിലും 2 കാണുന്നുണ്ടെങ്കിൽ അതിന് ഇയർലി സ്റ്റേജ് ഓഫ് ഫ്ലബൈറ്റിസ് എന്ന് പറയും. നെക്സ്റ്റ്, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ എവിഡൻറ്റ്. അതായത് പെയിൻ അലോങ് വിത്ത് ദ പാത്ത് ഓഫ് ദ കാനുല, എരിത്തിമ, ഇൻഡ്യൂറേഷൻ, ഇത് 3 കാണുന്നുണ്ടെങ്കിൽ അതിന് മീഡിയം സ്റ്റേജ് ഓഫ് ഫ്ലബൈറ്റിസ് എന്നും, അതായത് സൈൻസ് ഓൾ ഓഫ് ദ ഫോളോയിങ് സൈൻസ് എവിഡൻറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്, അതെല്ലാ സൈനും കാണുന്നുണ്ട് വളരെ എക്സ്റ്റെൻസീവുമാണെങ്കിൽ 4 സ്കോർ കൊടുക്കും. എന്തൊക്കെ സൈനുകളാണ്?
പെയിൻ അലോങ് വിത്ത് ദ പാത്ത് ഓഫ് കാനല, എരിത്തിമ, ഇൻഡ്യൂറേഷൻ, പാൽപ്പബിൾ വീനസ് കോഡ്. ഇതെല്ലാം കാണുന്നുണ്ട്. എക്സ്റ്റെൻസീവ് ആണെങ്കിൽ 4 എന്നുള്ള സ്കോർ കൊടുക്കും. അതുപോലെ എല്ലാ സൈനും കാണുന്നുണ്ട്, വളരെ എക്സ്റ്റെൻസീവ്. പെയിൻ അലോങ് വിത്ത് പാത്ത് ഓഫ് കാനല, പാൽപ്പബിൾ വീനസ് കോഡ്, പൈറക്സേം ഫീവറും വന്നുവെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ആണ് സ്കോർ കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ IV കാനലയുടെ സൈറ്റ് അസസ് ചെയ്യുന്ന ഈ സ്കെയിലിനെ എന്ത് പറയുന്നു? VIP സ്കോർ അല്ലെങ്കിൽ വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലോബൈറ്റിസ് സ്കോർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ഫ്ലാഗ് സ്കെയിൽ. ഫ്ലാഗ് സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പെയിൻ അസസ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ ഫേസ്, L എന്ന് പറഞ്ഞാൽ ലെഗ്സ്, A ആക്ടിവിറ്റി, C ക്രൈ, അടുത്ത് C കൺസോലബിലിറ്റി. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഇതിൽ അസസ് ചെയ്യുന്നത് പെയിൻ അസസ്മെൻറ്റ് സ്കെയിൽ. പെയിനിനെ അസസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്കെയിൽ മാത്രമല്ല, പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട്. ന്യൂമറിക്കൽ സ്കെയിൽസ് ഉണ്ട്, അല്ലാതെ പല ടൈപ്പ് സ്കെയിലുകളുണ്ട്. ഓരോന്നും നോക്കി വയ്ക്കുക. പെയിൻ്റെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ സ്കെയിൽ കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള സ്കെയിലും ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ ഫേസിൽ നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ടുള്ള ഫേസിൽ നമ്മൾ 3 തരത്തിലുള്ള സ്കോർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നുമില്ല. സ്മൈൽ തന്നെയാണെങ്കിൽ 0, പിന്നെ ഒരു വിഡ്രോൺ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതുപോലെയാണെങ്കിൽ 1, അതുപോലെ ക്ലഞ്ച്ഡ് ജോ, ഫ്രീക്വൻറ്റ് കോൺസ്റ്റൻറ്റ് ഫ്രൗൺ, ക്യൂറിങ് സ്കിൻ ഒക്കെ ആണെങ്കിൽ 2 ആണ് കൊടുക്കുന്നത്. അതുപോലെ ലെഗ് നോർമൽ ആൻഡ് റിലാക്സ്ഡ് ആണെങ്കിൽ 0, അൺഈസി, റെസ്ലെസ്, ടെൻസ് ആണെങ്കിൽ 1, കിക്കിങ് അല്ലെങ്കിൽ ലെഗ്സ് റോൺ അപ്പ് ആണെങ്കിൽ 2 കൊടുക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെവൽ, നോർമൽ പൊസിഷനും മൂവ് ഈസിലിയുമാണെങ്കിൽ, ക്വയറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ 0, സ്കിമ്മറിങ്, ഷിഫ്റ്റിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത്, ടെൻസ്ഡ് ആണെങ്കിൽ ആക്ടിവിറ്റി 1 കൊടുക്കും സ്കോർ. പിന്നെ റിജിഡ് അല്ലെങ്കിൽ ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ 2 കൊടുക്കും. അതിൽ കരയുന്നില്ല എങ്കിൽ നോ ക്രൈയിങ് ആണെങ്കിൽ 0യും, ചെറുതായിട്ട് വിംപറിങ് ജസ്റ്റ് ഒക്കേഷനിലുള്ള കംപ്ലൈൻറ്റ് പറയുന്നെങ്കിൽ 1 സ്കോർ കൊടുക്കും. ഒച്ചത്തി കരയുന്നുണ്ടെങ്കിൽ അതിന് 2 സ്കോർ കൊടുക്കും. അങ്ങനെ ഓരോന്നിനും 0, 1, 2 എന്നുള്ള പാരാമീറ്റേഴ്സിന് ഓരോന്നിനും സ്കോർ കൊടുക്കുന്നുണ്ട്. ഫേസ്, ലെഗ്, ആക്ടിവിറ്റി, ക്രൈ, കൺസോലബിലിറ്റി, ഈ 5 ഫാക്ടേഴ്സും അസസ് ചെയ്തതിൻ്റെ സ്കോർ എഴുതുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്ത് പെയിൻ അസസ്മെൻറ്റ് നടത്തുന്നു. ഇനി ബ്രാഡൻ സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രഷർ സോറിൻ്റെ അല്ലെങ്കിൽ പ്രഷർ അൾസറിൻ്റെ, ബെഡ് സോറിൻ്റെ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സെൻസറി പെർസെപ്ഷൻ നോക്കും, മോയ്സ്ചർ നോക്കും, ആക്ടിവിറ്റി നോക്കും, മൊബിലിറ്റി നോക്കും, ന്യൂട്രീഷൻ നോക്കും, ഫ്രിക്ഷൻ ആൻഡ് ഷിയർ നോക്കും. ഇത്രയും പാരാമീറ്റേഴ്സ് നോക്കണം. ഇതിൽ ഓരോന്നിനും നമ്മളിവിടെ സ്കോർ കൊടുക്കും. ഇവിടെ 0 സ്കോർ ഇല്ല, മിനിമം 1 സ്കോർ, പിന്നെ അത് കഴിഞ്ഞാൽ 2 സ്കോർ, 3, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ 4, അങ്ങനെയാണ് സ്കോർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അല്ല, ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ 4 എന്ന് അവിടെ സ്കോർ കൊടുക്കും. അതായത് നോ ഇമ്പയർമെൻ്റ് ആണെങ്കിൽ, സെൻസറി പെർസെപ്ഷനിൽ ഒരു ഇമ്പയർമെൻറ്റും ഇല്ല എങ്കിൽ 4 എന്ന് കൊടുക്കും. സ്ലൈറ്റ്ലി ലിമിറ്റഡ് ആണെങ്കിൽ 3 എന്ന് കൊടുക്കും. വെരി ലിമിറ്റഡ് ആണെങ്കിൽ 2 എന്ന് കൊടുക്കും. കംപ്ലീറ്റ്ലി ലിമിറ്റഡ് ആണെങ്കിൽ 1 എന്ന് സ്കോർ കൊടുക്കും. അതുപോലെ നനവ്, മോയ്സ്ചർ, ഏറ്റവും റെയർലി മോയ്സ്ചർ ആണെങ്കിൽ 4, ഒക്കേഷണലി മോയ്സ്ചർ ആണെങ്കിൽ 3, ഓഫൺ മോയ്സ്ചർ ആണെങ്കിൽ 2, കോൺസ്റ്റൻ്റ്ലി മോയ്സ്ചർ ആണെങ്കിൽ 1. നെക്സ്റ്റ് വാക്സ് ഫ്രീക്വൻ്റ്ലി, കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ 4, ഒക്കേഷണലി വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3, ചെയർ ഫാസ്റ്റ് ആണെങ്കിൽ 2, ബെഡ് ഫാസ്റ്റ് ആണെങ്കിൽ 1, ബെഡിൽ തന്നെയാണെങ്കിൽ 1 സ്കോർ. അപ്പോൾ ഇങ്ങനെ സ്കോർ ഇവിടെ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ പ്രഷർ സ്കോറിൻ്റെ ഈ ഒരു ബ്രാഡൻ സ്കെയിലിൽ സ്കോർ കൂടി വരിക 19 മുതൽ 23 വരെ എന്ന് പറയുമ്പോൾ അവിടെ അഡീഷണലി സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാൽ 15 മുതൽ 18 വരെയാണെങ്കിൽ മൈൽഡ് സ്കോർ എന്നും, 13, 14 ആണെങ്കിൽ മോഡറേറ്റ് എന്നും, 10, 12 ആണെങ്കിൽ ഹൈ എന്നും, സിവിയർ ആയിട്ട് പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ 9, 8, 7, 6 അല്ലെങ്കിൽ അതിന് താഴോട്ടാണ് സ്കോർ വരുന്നതെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. മിനിമം അവിടെ 6 സ്കോർ ഉണ്ടാകും അല്ലേ. 1 ആയിരുന്നു ഏറ്റവും മിനിമം വരുന്നത്. സോ അവിടെ 6 സ്കോർ ഉണ്ടാകും. 6, 7, 8, 9 ഇത്രയുമാണ് സ്കോർ വരുന്നത്. അവിടെ സിവിയർലി റിസ്ക്ഫുൾ ടു ഡെവലപ്പ് പ്രഷർ അൾസർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പലതരത്തിലുള്ള സ്കെയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ നോക്കാം. Which among the following practice is implemented by the nurse as the reverse barrier nurse? അപ്പോൾ റിവേഴ്സ് ബാരിയർ എന്താണ്, ബാരിയർ നഴ്സിംഗ് എന്താണെന്ന് ഡിഫറൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് റിവേഴ്സ് ബാരിയർ എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻസ് എ, the nurse has placed a renal transplant patient into a positive pressure room. Next, option B, the nurse has provided surgical mask to the patient who is immunocompromised while shifting to the diagnostic department. Option C, the nurse uses
appropriate personal protective equipments to prevent transmission of infection. ഓക്കെ, അപ്പോൾ ഇതിൽ റിവേഴ്സ് ബാരിയർ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ആ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് അതിനെ റിവേഴ്സ് ബാരിയർ എന്ന് പറയും. എന്നാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ നിന്നും ആ ഒരു ഡിസീസ് മറ്റുള്ള ആൾക്കാരിലോട്ട് പടരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സിനെയാണ് ബാരിയർ നഴ്സിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റെ പോസിറ്റീവ് പ്രഷർ റൂമിൽ നിർത്തുന്നതിൻ്റെ കാര്യം മറ്റുള്ള ഔട്ട്സൈഡിലുള്ള ഓർഗാനിസംസ് ഈ റൂമിൽ വന്ന് ഈ റൂമിലുള്ള എയറിൽ തങ്ങി നിന്ന് ഈ പേഷ്യൻറ്റിന്, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാതിരിക്കാനാണ് നോക്കുന്നത്. അതിന് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോസിറ്റീവ് പ്രഷർ റൂം നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റിവേഴ്സ് ബാരിയർ. പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ വരാതിരിക്കാനുണ്ട്, പുറമേ നിന്ന് ഇൻഫെക്ഷൻസ് പേഷ്യൻറ്റിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാരിയർ. നെക്സ്റ്റ്, രണ്ടാമത്, ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് സർജിക്കൽ മാസ്ക് ധരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത്, ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തെ എൻവറോൺമെൻറ്റുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാം. അത് വരാതിരിക്കാൻ ഈ പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർജിക്കൽ മാസ്ക് പേഷ്യൻ്റ് ധരിക്കുന്നു. ഇതും റിവേഴ്സ് ബാരിയറിന് എക്സാമ്പിളാണ്. എന്നാൽ ഈ ഒരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്ന സമയത്ത് അവിടെ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നഴ്സസ് PPE ധരിക്കുന്നത് എന്തിനാണ്? പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണോ? ഇല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്ത് പറയുന്നു? ബാരിയർ നഴ്സിംഗ് എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ബിയും. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഡി, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ, റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ, റിവേഴ്സ് ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസുമായിട്ട് കോൺടാക്റ്റിലായി സീരിയസ് കോംപ്ലിക്കേഷൻസിലോട്ട് എത്തിച്ചേരാം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. Both option 1 and 2 considered as reverse barrier nursing technique where the patient is protected from the infection, while in option 3 use of PPE by the nurse is considered as an example of barrier nursing. നെക്സ്റ്റ്, ഇവിടെ റിവേഴ്സ് ഐസൊലേഷൻ എന്താണെന്ന് അതിന് എക്സാമ്പിൾസ് പല സാഹചര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ റിവേഴ്സ് ഐസൊലേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് കൊടുക്കുന്ന പേഷ്യൻസ്, ലുക്കീമിയ ഉള്ള പേഷ്യൻസ്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ്, കീമോതെറാപ്പി റിസീവ് ചെയ്യുന്ന പേഷ്യൻസ്, റേഡിയേഷൻ തെറാപ്പി റിസീവ് ചെയ്യുന്ന പേഷ്യൻസ്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ബേൺ ഉള്ള പേഷ്യൻസ്, ഡെർമറ്റൈറ്റിസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ മറ്റ് സ്കിൻ ഇമ്പയർമെൻറ്റ്സ് ഉള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ റിവേഴ്സ് ഐസൊലേഷൻ ഉപയോഗിക്കുന്നത്. കാരണം ആ ക്ലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കംപ്രഷൻ ഓഫ് നെർവ് വിത്തിൻ ദ കാർപ്പൽ ടണൽ പ്രൊഡ്യൂസസ് ഇനബിലിറ്റി ടു, അതായത് നമ്മുടെ കൈകളിൽ പലതരത്തിലുള്ള നെർവുകളുണ്ട് അല്ലേ? മീഡിയൻ നെർവ് ഉണ്ട്, കാർപ്പലിന് പലതരത്തിലുള്ള നെർവ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും പ്രോബ്ലം വരുമ്പോൾ ഓരോ തരത്തിലുള്ള സിൻഡ്രോംസ് ഉണ്ടാകാറുണ്ട്. ഇവിടെ കംപ്രഷൻ ഓഫ് നെർവ് വിത്തിൻ ദ കാർപ്പൽ ടണലിലുള്ള നെർവ്സിന് കംപ്രഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തത്? ഇനബിലിറ്റി ടു ഡു വാട്ട്? എന്തായിരിക്കും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തത്? അബ്ഡക്റ്റ് തമ്പ്, അഡക്റ്റ് തമ്പ്, ഫ്ലെക്സ് ദ ഡിസ്റ്റൽ ഫലങ്സ് ഓഫ് തമ്പ് ആൻഡ് ഒപ്പോസ് ദ തമ്പ്. അതായത് തമ്പ് ഏത് ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്? അബ്ഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലയോ, അഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലയോ, അതോ നമുക്ക് ആ ഒരു തമ്പിൻ്റെ തന്നെ ഡിസ്റ്റൽ ഫാലങ്സ് ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ലയോ, അതോ തമ്പ് വെച്ചിട്ട് മറ്റു ഫിംഗേഴ്സിൽ ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ലയോ? കറക്റ്റ് ആൻസർ, കാർപ്പൽ ടണലിലെ നെർവ് കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, ഒപ്പോസ് ദ തമ്പ്. അതായത് നമ്മുടെ തമ്പ് ഉപയോഗിച്ച് നമ്മുടെ മറ്റു വിരലിലോട്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ആ ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും അതുപോലെ അബ്ഡക്ഷനും അഡക്ഷനും ഒപ്പോസിഷനും എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാമായിരിക്കും, അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കാം. എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ തമ്പിങ്ങോട്ട് അകത്തോട്ട് മടക്കുന്നത്, ഫ്ലെക്സ് ചെയ്യുന്നു. ഇത് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നിവർത്തുന്നു. അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ അതും ഇങ്ങനെ നമ്മുടെ മീഡിയൻ ലൈനിൽ നിന്ന് മാറി നിൽക്കുന്നു. മീഡിയൻ ലൈനിലോട്ട് ചേർത്ത് നിർത്തുന്നത് അഡക്ഷൻ. ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു തമ്പ് കൊണ്ട് ബാക്കി എല്ലാ ഫിംഗേഴ്സിലും ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. ഇതിനെ ഒപ്പോസിഷൻ എന്ന് പറയുന്നു. ഇതിൽ ഒപ്പോസിഷൻ എന്നുള്ള ആക്ടിവിറ്റിയാണ് ഈ ഒരു കാർപ്പൽ ടണലുള്ള നെർവിൻ്റെ കംപ്രഷൻ വരുമ്പോൾ പ്രോബ്ലം ആകുന്നത്. കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇത് നോക്കാം. ഈ ഒരു പിക്ചറിനകത്ത് എല്ലാ ന്യൂസും ഫ്ലെക്ഷൻ ഓഫ് ദ distal phalanx of thumb is by flexure pollicis longus എന്ന് പറയുന്ന
മസിലാണ് അവിടെ ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഇൻട്രോഷ്യസ് നെർവാണ്. അപ്പോൾ ഇൻട്രോഷ്യസ് നെർവിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലാണ് ഫ്ലെക്ഷൻ ഓഫ് ദ ഡിസ്റ്റൽ ഫലങ്സ് ഓഫ് തമ്പ് സാധ്യമാകാത്തത്. നെക്സ്റ്റ്, അഡക്ഷൻ ഓഫ് ദ തമ്പ് സാധിക്കുന്നത് അഡക്ടർ പോളിസ് എന്നുള്ള മസിൽ വഴിയാണ്. അത് സപ്ലൈ ചെയ്യുന്നത് അൾനാർ നെർവാണ്. നെക്സ്റ്റ്, അബ്ഡക്ഷൻ ഓഫ് ദ തമ്പ് എന്ന് പറയുന്നത് സാധ്യമാകുന്നത് അബ്ഡക്ടർ പോളിസ് ലോങ്ങസ് എന്നുള്ള നെർവ് മസിലിൻ്റെ സഹായത്തോടുകൂടിയാണ്. അവിടെ സപ്ലൈ ചെയ്യുന്ന നെർവ് റേഡിയൽ നെർവാണ്. ഇനി ഒപ്പോസിഷൻ ഓഫ് തമ്പ് എന്ന് പറയുന്നത് സാധ്യമാക്കുന്നത് ഒപ്പണൻസ് പോളിസ് എന്ന് പറഞ്ഞാൽ ഈ മസിലാണ് കേട്ടോ. ഒപ്പണൻറ്റ് പോളിസ് എന്ന് പറഞ്ഞാൽ ഈ മസിലിൻ്റെ സഹായത്തോടാണ് ഈ ഒരു ഒപ്പോസിഷൻ സാധ്യമാകുന്നത്. അത് സപ്ലൈ ചെയ്യുന്ന മീഡിയൻ നെർവാണ് അങ്ങോട്ട് സപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ മീഡിയൻ നെർവിന് എന്തെങ്കിലും കംപ്രഷൻ വന്നാൽ എന്ത് സാധ്യമാകത്തില്ല? ഈ ഒരു ഒപ്പോസിഷൻ ഓഫ് തമ്പ് സാധ്യമാകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് 4 നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. 4 മസിൽസ്, അതായത് നമ്മുടെ തമ്പിൽ തന്നെ 4 തരത്തിലുള്ള മൂവ്മെൻറ്റിന് സഹായിക്കുന്ന മസിൽസും അതിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവും. ആദ്യത്തെ ഫ്ലക്ഷൻ സാധ്യമാകുന്നതിനുള്ള സഹായിക്കുന്ന നെർവ് ഇൻട്രോഷ്യസ് നെർവാണ്. നെക്സ്റ്റ്, അഡക്ഷൻ ആണെങ്കിൽ അൾനാർ നെർവ്, അബ്ഡക്ഷൻ ആണെങ്കിൽ റേഡിയൽ നെർവ്, ഒപ്പോസിഷൻ ആണെങ്കിൽ മീഡിയൻ നെർവ്. മസിൽസ് വലിയ പരിചയം ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഇതും പിക്ചർ നോക്കാം. അറ്റ്ലീസ്റ്റ് ഈ 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ അനാട്ടമി ഫിസിയോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അനാട്ടമിയിൽ നിന്നും ഫിസിയോളജിയിൽ നിന്നൊക്കെ ബേസിക് സബ്ജക്ട്സിൽ നിന്നൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ ഓഫ് ഫുട്ട് ഒക്കേഴ്സ് അറ്റ് വിച്ച് ജോയിൻറ്റ്? അതായത് നമ്മുടെ കയ്യിൽ മാത്രമല്ല എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ജോയിൻറ്റിലും അബ്ഡക്ഷനും അഡക്ഷനും ഫ്ലക്ഷനും എക്സ്റ്റൻഷനും ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫൂട്ടിൽ അബ്ഡക്ഷനും അഡക്ഷനും സാധ്യമാകുന്നത് ഏത് ജോയിൻറ്റിലാണ്? ആംഗിളാണോ, സബ്ടെലാറാണോ, ടാർസോ മെറ്റാടാർസലാണോ, ട്രാൻസ്വേഴ്സ് ടാർസലാണോ? കറക്റ്റ് ഓപ്ഷൻ അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ ഓഫ് ഫൂട്ട് ഒക്കേഴ്സ് ഇൻ ട്രാൻസ്വേഴ്സ് ടാർസൽ ജോയിൻ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഫൂട്ടിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സിലൂടെ പറയുന്നുണ്ട്. അബ്ഡക്ഷൻ, അഡക്ഷൻ. ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അബ്ഡക്ഷൻ എന്നും ഉള്ളിലോട്ട് മൂവ് ചെയ്താൽ അഡക്ഷൻ എന്നും. ഇത് ന്യൂട്രൽ. ഇനി മുകളിലോട്ട് കാലിങ്ങനെ ഉയർത്തുന്നതിന് ഡോർസി ഫ്ലക്ഷൻ, ഇത് ന്യൂട്രൽ, ഇത് പ്ലാന്റാർ ഫ്ലക്ഷൻ. ഓക്കെ, ഇനി എവേർഷൻ, ഇൻവേർഷൻ, ഇത് ന്യൂട്രൽ. ഈ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഫീറ്റിൻ്റെ പടം ഒരു പിക്ചർ തന്നിട്ട് എന്ത് ചെയ്യുന്നു? അബ്ഡക്ഷൻ ആണോ, അഡക്ഷൻ ആണോ, ഡോർസി ഫ്ലക്ഷൻ ആണോ, പ്ലാന്റാർ ഫ്ലക്ഷൻ ആണോ, എവേർഷൻ ആണോ, ഇൻവേർഷൻ ആണോ എന്ന് ചോദിക്കാം. അതുപോലെ ഏത് തരം മൂവ്മെൻ്റ് ആണ് അവിടെ സാധ്യമാകുന്നതെന്നും ചോദിക്കാവുന്നതാണ്. സോ അഡക്ഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫുട്ട് ടുവേഴ്സ് ദ മിഡിൽ ഓഫ് ദ ട്രാൻസ്വേഴ്സ് ലൈൻ. അബ്ഡക്ഷൻ ഈസ് ദ മൂവ്മെൻറ്റ് എവേ ഫ്രം ദ മിഡ് ലൈൻ. ദിസ് മൂവ്മെൻറ്റ് ഒക്കേഴ്സ് അറ്റ് ദ ട്രാൻസ്വേഴ്സ് ടാർസൽ ജോയിൻറ്റിലാണ് ഈ അഡക്ഷനും അബ്ഡക്ഷനും സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ കാലിലുള്ള എല്ലാ ബോണുകളും നമ്മളെ ഫാലങ്സ് മാത്രമല്ല, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ ബോണുകളുടെ പേര്, അതിൻ്റെ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്ത് പഠിക്കാം. ബേസിക് ആയിട്ടുള്ള അനാട്ടമിയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ സിമ്പിളാണെന്ന് വിചാരിച്ചാൽ അതൊന്നും ചോദിക്കത്തില്ല എന്ന് വിചാരിക്കും, പക്ഷേ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അനാട്ടമി നമ്മുടെ ബോണുകളുടെ പേര്, നെർവുകളുടെ പേര്, അതിൻ്റെ ഫങ്ഷൻസ്, അതുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻക്രെറ്റിൻസ് എന്ന് പറയുന്നത് എന്തിന് കാരണമാകുന്നു? ഇത് നമ്മുടെ ഇൻസുലിൻ സെക്രീഷൻ കുറയ്ക്കുമോ, അതോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുമോ, ഗ്ലൂക്കാഗോണിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമോ, അതോ ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുമോ? ഇവിടെ ഇൻസുലിൻ സെക്രീഷൻ കൂട്ടും, ഇവിടെ ഇൻസുലിൻ സെക്രീഷൻ കുറയ്ക്കും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും, ഗ്ലൂക്കാഗോണിൻ്റെ ലെവൽ കൂട്ടും. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? എന്തായിരിക്കും ചെയ്തത്? ഇൻക്രെറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇൻക്രെറ്റിൻ ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു ഇൻക്രീസ് ഇൻസുലിൻ സെക്രീഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ ഡി, ഇൻക്രീസ് ഇൻ ഇൻസുലിൻ secretion. Oral glucose stimulates the release of certain hormones. നമ്മുടെ ശരീരത്തിൽ നമ്മൾ മധുരമുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഈ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ പ്രധാനമായിട്ട് പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതുപോലെ
നമ്മുടെ GI ഹോർമോണാണ് ഇൻക്രെറ്റിൻ എന്ന് പറയുന്നത്. ഇൻക്രെറ്റിൻ ഇസ് എ ഹോർമോൺ ഗ്ലൂക്കാഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 എന്നാണ് പറയുന്നത്. ഇതും എന്തിന് സഹായിക്കുന്നു? ഇൻസുലിൻ്റെ സെക്രീഷൻ കൂട്ടുന്നതിന്, പാൻക്രിയാസിൽ നിന്നുള്ള ഇൻസുലിൻ്റെ സെക്രീഷൻ കൂട്ടുന്നതിന് സഹായിക്കുന്നു. സോ വാട്ട് ഈസ് മീൻ ബൈ ഇൻക്രെറ്റിൻ? ഇറ്റ് ഈസ് എ ഹോർമോൺ, ഇറ്റ് ഈസ് എ GI ഹോർമോൺ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഇൻക്രീസ് ഇൻസുലിൻ സെക്രീഷൻ ഡ്യൂറിങ് when our blood glucose levels are high. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പോയിൻറ്റ്സുകളാണ്. അനാട്ടമിയിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, എല്ലാ ബോണുകളും എല്ലാ നെർവുകളും അതിൻ്റെ ലൊക്കേഷൻസും അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ അബ്നോർമാലിറ്റീസും നോട്ട് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ ഇൻസുലിൻ സെക്രീഷൻസിനെ കുറിച്ച് പറഞ്ഞു, ഓരോ ജോയിൻസിൻ്റെയും മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, അത് നോട്ട് ചെയ്ത് വെക്കുക. ഐസൊലേഷൻസ്, ഇൻഫെക്ഷൻ കൺട്രോൾ എന്നൊരു ടോപ്പിക്ക് നോക്കി വെക്കുക. പ്രഷർ സോർ അസൈൻമെൻറ്റ്, പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട്, ഒരുപാട് സ്കെയിലുണ്ട്. ഫ്ലാഗ് സ്കെയിലുണ്ട്, VIP സ്കോർ ഉണ്ട്, പ്രഷർ സ്കോർ ഉണ്ട്, അങ്ങനെ ന്യൂമറിക്കൽ സ്കോർ ഉണ്ട്, ഫേസ് സ്കെയിലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട്. അവ ഓരോന്നും അതിൻ്റെ സ്കോർ എങ്ങനെയാണ്, GCS അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് മെക്കാനിക്കൽ വെന്റിലേറ്റർ, അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതിൻ്റെ എന്തൊക്കെ അലാംസ് ആണ് ഉണ്ടാകുന്നത്, അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മുടെ ഫ്ലൂയിഡ്സ്, പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ്, ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്, കൊളോയിഡ്സ്, എല്ലാ ഫ്ലൂയിഡ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഇമ്മ്യൂണിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ്, പിന്നെ തിയറീസ്. എല്ലാ തിയറീസും അറ്റ്ലീസ്റ്റ് തിയറിസ്റ്റും തിയറി ചെയ്ത എന്ത് തിയറിയാണെന്നുള്ള പേരുകളെങ്കിലും ഓർത്തിരിക്കുക, അതെങ്കിലും തെറ്റിക്കാതിരിക്കുക. കാരണം അത് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാകത്തുള്ളൂ, പക്ഷേ അതിൽ കൂടുതലും ചോദിക്കുന്ന തിയറിയുടെ പേര് പറഞ്ഞ് തിയറിസ്റ്റിൻ്റെ പേര് പറയുകയോ തിയറിസ്റ്റിൻ്റെ പേര് പറഞ്ഞ് തിയറി ഏതാണെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് അവർ വീഡിയോ, ആൻഡ് ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ് അവർ ചാനൽ ടിൽ നൗ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടർന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എക്സാം വരെയും എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നമ്മുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കും. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അഡീഷണൽ സപ്പോർട്ടായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുക, പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നഴ്സസിന് വേണ്ടി മാത്രമുള്ള. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ഡൗട്ട്സുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, മറ്റുള്ളവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു ഗ്രൂപ്പ് വഴി ആയിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക. എന്ത് തന്നെയായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്നൊരു ജോബ് നേടിയെടുക്കുക. അത് നേടിയെടുക്കുന്നത് വരെ നമുക്കിനി ഒരു റെസ്റ്റ് ഇല്ല. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.